ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അറിയാലോ കുറെ നാളായിട്ട് ഈ മാസം ഫുള്ള് തിരക്കോട് തിരക്കായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ഡിസ്ചാർജ് ആവുന്നു, അടുത്ത ആളൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മോള് നമ്മുടെ നെയ്യാർ മെഡിസിറ്റി കാട്ടാക്കടയിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. 15-ാം തീയതി അഡ്മിറ്റ് ആയി, 18-ാം തീയതി ഈവനിങ് ഒക്കെ ആയപ്പം ഡിസ്ചാർജ് ആയിട്ടോ. അപ്പം ബില്ല് ഒരു കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് ബില്ലും കൂടെ വന്നു. പക്ഷേ എനിക്ക് ₹1 പോലും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നില്ല. ആകെ എനിക്കായ ഒരു എന്താ പറയുക എമൗണ്ട് എന്നുള്ളത് ഞാനുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു, പിന്നെ മോള്. നമുക്ക് ഫുഡിനുള്ള എക്സ്പെൻസ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് മോക്കുള്ള കഞ്ഞിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പറ്റുന്നതൊക്കെ കൊണ്ടുവരും. അല്ലാത്ത സമയങ്ങളിൽ രാവിലത്തെ മോർണിംഗിലെയും അതുപോലെ നൈറ്റിലെയൊക്കെ കാപ്പിയും ബാക്കി ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ₹1 പോലും ആയില്ലടേ. ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റലിനകത്ത് കിടന്നിട്ടും എങ്ങനെയെന്നല്ലേ. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ്. അതൊരു എന്താ പറയുക അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. നമുക്ക് പൈസ ഇല്ലാത്ത സമയത്തായി പോലും എന്തെങ്കിലും ഇതുപോലെ എമർജൻസി എന്താ പറയുക ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്താ നമ്മുടെ വീടിന്, അതായത് ഇപ്പം എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്, അവിടുത്തെ തന്നെ ടോപ്പായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിനകത്തും പോയി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാവും കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പൈസയും ഇല്ല, പക്ഷെ ഇതുപോലെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ധൈര്യം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ നിബ ബൂപ്പയുടെ ഇൻഷുറൻസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എടുത്തിട്ട് കുറച്ച് എനിക്കൊന്ന് കഴിഞ്ഞ നവംബറിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ചേട്ടൻ നിർബന്ധിച്ചൊക്കെ ഇങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോഴേ, പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സത്യം പറഞ്ഞാൽ എന്താ പറയുക ആ ഒരു ബെനിഫിറ്റ് അറിഞ്ഞത്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇപ്പം മോളവിടെ ഒരു 10 ദിവസം അങ്ങനെയല്ല പെട്ടെന്ന് ഡിസ്ചാർജ് ആവണം. ഇപ്പം അല്ലെങ്കിൽ മോള് വേണ്ട, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഏതെങ്കിലും ഹോസ്പിറ്റലിനകത്ത് ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി ഞാൻ ഒരു 20 ദിവസം അഡ്മിറ്റായി കിടന്നാലും എനിക്ക് പേയ്മെന്റ് വരത്തില്ല. ചില ഓരോരോ ഇൻഷുറൻസിന് ഓരോരോ കവറപ്പ് ഉണ്ടായി. ചിലയിൽ ഈ കോട്ടൺസും ചിലപ്പോൾ സ്ക്രിഞ്ച് അതുപോലത്തെ ഒക്കെ കവറപ്പായി വരാത്തതും ഉണ്ട്, വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇൻഷുറൻസിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു കവറേജ് നോക്കി പ്രീമിയം മാക്സിമം കുറയ്ക്കാതെ നല്ല ഫുൾ പ്രീമിയത്തിൽ എല്ലാം കവറപ്പാവുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ പോലും ₹1 പോലും പേയ്മെന്റ് ചെയ്യേണ്ട. എനിക്ക് ഏറ്റവും അവസാനം ഫുള്ള് ബില്ല് വന്നത് എത്ര ₹18 അടുപ്പിച്ച് എനിക്ക് ബില്ല് വന്നു. അതിനകത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ വേണ്ടി അതിനകത്ത് ₹1, ബാക്കിയൊക്കെ ക്ലെയിം ആയിട്ടുണ്ട്. ₹1 ഹോസ്പിറ്റലിൽ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലുകാർ ₹1 പോലും വാങ്ങിച്ചില്ല. ₹1 ആണ് കേട്ടോ. നമ്മളെ ₹1000 അല്ല, ജസ്റ്റ് ₹1 അത് അടയ്ക്കേണ്ടി വന്നില്ല സത്യം പറഞ്ഞാൽ. അഡ്മിറ്റ് ചെയ്തു, തിരിച്ചിങ്ങ് കൈയും വീശിങ്ങ് ഇറങ്ങി വന്നു. എനിക്ക് നിബാക്കു പേരെ ഇൻഷുറൻസ് കേസ് പറയുകയാണെങ്കിൽ അതൊരു 45 നമ്മളെ ട്രിവാൻഡ്രത്തെ തന്നെയുള്ള 45 ഹോസ്പിറ്റലിൽ അതിനകത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിനകത്തൊക്കെ ക്യാഷ്ലെസ് ആണ്. നമ്മൾ വേറെ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട. പിന്നെ ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയും പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിബാക്കൂപ്പ ബെറ്ററാണ്. അതുപോലെ തന്നെ വേറെയുണ്ട് സ്റ്റാർ ഹെൽത്തും വേറെ അതുപോലെ ടാറ്റയുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പ്രീമിയം എടുത്തപ്പോൾ എനിക്ക് 16,000 ആ ഒരു എമൗണ്ടേ വന്നിട്ടുള്ളൂ. 5 ലക്ഷം കവറേജ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോക്ക് വൈഫിന് 3 പേർക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 1 വർഷത്തേക്ക് 5 ലക്ഷം വരെ കവറപ്പ് കിട്ടും. ഞാൻ അതിനുശേഷം ഒരു 2,500 എന്തോ കൊടുത്തിട്ട് ഒരു ടോപ്പപ്പ് ടാറ്റ ജിയിൽ നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടോപ്പപ്പ് ആയിട്ട് അഡീഷണൽ കൂടുതൽ എമൗണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതൊരു 30 ലക്ഷം ഓളം കവറപ്പ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നിലവിലുള്ള ഇൻഷുറൻസ് ഇപ്പം 5 ലക്ഷമാണ്. അതിപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഫുള്ളും കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഒരു മേജർ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ആയി ഫുൾ 5 ലാക്സും ഹോസ്പിറ്റലിൽ ബില്ല് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഈ ടാറ്റയുടെ ഇൻഷുറൻസും കൂടെ നമുക്ക് അടപ്പ് ചെയ്യാം. അത് 30 ലക്ഷം വരെ ഉണ്ട്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ ഒരു ഒറ്റ ടൈം വരുന്ന ആ ഒരു ഫിഗർ ചിലപ്പോൾ പാടായിരിക്കും, പക്ഷെ അത് നിങ്ങൾ അതങ്ങനെ വിട്ടിട്ട് ആ ഒരു വർഷം തോറും ഉള്ളത് ഒരു ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ഡെത്ത് കവറേജും ഉണ്ടല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലീസിന് ഫണ്ട് കിട്ടുന്ന അത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എങ്ങനെ പോയാലും പല രീതിക്ക് ഇപ്പം എന്റർടൈൻമെന്റ് ആയാലും വേറെ ട്രാവലിംഗിലായാലും ഇഷ്ടം പോലെ ഫണ്ടൊക്കെ പല ആവശ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നു. ഇതുപോലെ ചെറിയൊരു ഫിഗർ നിങ്ങളിപ്പം മാരീഡ് ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൈസ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇഷ്യൂ അല്ല. ചില സമയം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തായിരിക്കും വരുമ്പം ഈ കഷ്ടകാലങ്ങളൊക്കെ 4 പാടും വണ്ടിയും പിടിച്ച് വരുന്നുള്ള ഒരു കേസ് പോലെയാണ് ഇങ്ങനെ വരും. ഇപ്പം ഇത്തവണത്തെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു.
അതുപോലെ മോക്ക് വയ്യായിരുന്നു. അതുപോലെ വൈഫ് അഡ്മിറ്റായി. വൈഫ് പിന്നെ തൈക്കാട് ഒരു ഡോക്ടറിനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പ്രൈവറ്റിലായിട്ട് പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് തൈക്കാട്. പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് അപ്പം പിന്നെ അവിടെ അങ്ങ് വിട്ട് വേറെ ഒരു സീനും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെയൊക്കെ എന്താ പറയുക ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കണം എന്തായാലും. കണ്ടില്ലേ, എനിക്കിപ്പം വേറെ ഇതിപ്പോൾ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം 18,000 രൂപ ഈ ഒരു ബിൽ എമൗണ്ട് ഫുൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇൻഷുറൻസ് ആയതുകൊണ്ട് ഹാപ്പി. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പം നല്ല ഇൻഷുറൻസ് നോക്കി മാക്സിമം ഫുൾ പ്രീമിയം വരുന്നതൊക്കെ നോക്കി എടുക്കണം കേട്ടോ. ഇത് ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളതിൻ്റെ പ്രൊമോഷൻസ് ഒന്നുമല്ല, മുമ്പൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അതാ ഇപ്പോൾ കുറേ ദിവസം ഈ ഒരു മാസത്തോളം ഞാനും ഹോസ്പിറ്റലിൽ മലച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ വെയിറ്റ് തന്നെ ഒരു 4 കിലോളം കുറഞ്ഞ്. വീഡിയോ പണ്ടൊക്കെ അതാ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറോളം കുഴപ്പമില്ല. അതായത് 5 മിനിറ്റ് പിടിച്ചേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ തൊട്ട് കൈ വേദന എടുത്ത് തുടങ്ങി. ഞാൻ ചെറിയൊരു സപ്പോർട്ടും കൂടെ കൊടുത്തേക്കാം കേട്ടോ. 4 കിലോ കുറഞ്ഞ കേട്ടോ ഒറ്റയടിക്ക്. 18 ദിവസം കൊണ്ട് 4 കിലോ കുറഞ്ഞ്. അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോഴും അങ്ങനെയാണ്. അപ്പം നിങ്ങളും മസ്റ്റായിട്ട് ഇൻഷുറൻസ് എന്തായാലും എടുക്കണം കേട്ടോ. ഇപ്പം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ, എടുത്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഓരോ വർഷം തീരുമ്പം കറക്റ്റായിട്ട് റെഗുലറായിട്ട് പുതുക്കിക്കൊണ്ട് പോകണം കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിലോ, അതായത് ഇൻഷുറൻസ് ബാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇൻസ്റ്റ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, കണക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. പിന്നെ വേറെ കേസ് ഇത് മറ്റേ ഇൻഷുറൻസിൻ്റെ പ്രൊമോഷനോ, എനിക്ക് ഇൻഷുറൻസ് സെല്ല് ചെയ്യണ ആ ടൈപ്പ് ഞാൻ അതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. പക്ഷെ അറിയാവുന്നവർ കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് തരാം. അല്ലാതെ എനിക്കുമായിട്ട് വേറെ ഒരു ബന്ധമില്ല കേട്ടോ. അതല്ലെങ്കിൽ അതും വേണ്ട. നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു തന്നാലും മതി. ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിച്ചു തന്നാൽ മതി. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പം അല്ലെങ്കിൽ വിചാരിക്കും എന്താ പറയുക, ഇൻഷുറൻസ് എടുപ്പിച്ചിട്ട് എനിക്ക് കമ്മീഷൻ കിട്ടുന്നത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചിരുന്നാൽ മതി. ഡൗട്ട് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ട് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുക. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ എന്താ പറയുക, ഞാൻ ഡെത്ത് കവറേജ് അതിൻ്റെത് എടുക്കുക. പിന്നെ അതുപോലെ ഒരു SIP പോലെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ചെറിയൊരു ഫണ്ടിന് ഒരു 1000 500 അത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ ത്രൂ ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അപ്പ് സ്റ്റോക്കോ ഗ്രോ ആപ്പോ ഇതുവഴിയൊക്കെ ഇതുപോലെ ചെറിയൊരു ഒരു 500 1000 ഒരു ലോങ് ടൈം ആ ഫണ്ട് വിഡ്രോ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ സേവ് ചെയ്ത് ഇപ്പോൾ ഒരു 10-15 വർഷം വയ്ക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. നമുക്ക് അപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കളെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ഫണ്ടൊക്കെ വിനിയോഗിച്ച് നല്ല രീതിയിൽ എല്ലാവരും എന്താ പറയുക വെൽത്തും അതുപോലെ എമർജൻസി സിറ്റുവേഷനൊക്കെ കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പം എന്നെ ആ സമയത്ത് നിർബന്ധിച്ച് ഇത് എടുപ്പിച്ച ചേട്ടനടുത്ത് എനിക്ക് വളരെയധികം കടപ്പാടും ആ സ്നേഹമുണ്ട്. ആ സമയത്തൊക്കെ മോള് അഡ്മിറ്റായി ആ ട്രീറ്റ്മെൻറ്റും ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചേട്ടനെയാണ് സത്യം പറഞ്ഞാൽ ആലോചിച്ചു കേട്ടോ. ദിനേഷ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. പത്തനംതിട്ടയാണ് കേട്ടോ വീട്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ബൈ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.